ബദാം മിൽക്ക് ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ ചർമ്മം തിളങ്ങാനും എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലം വർദ്ധിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഈ ബദാമിന് കഴിയും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാനൊരു ബദാം മിൽക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിന് മധുരത്തിനായി ഞാൻ ഡേറ്റ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 5-6 ഡേറ്റ്സ് ഉണ്ട്, പിന്നെ 2 ഏലക്കായും. മധുരം ഇത്തിരിയൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-3 ഡേറ്റ്സും കൂടെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്കിത് അരിച്ചെടുക്കേണ്ടി വരത്തില്ല, ഇങ്ങനെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇയും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആരോഗ്യകരമായ കൊഴുപ്പും ഇതിൽ തന്നെ ഉണ്ട്, പിന്നെ മഗ്നീഷ്യം, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി ഫുഡാണ് ഈ ബദാം എന്ന് പറയുന്നത്. ഇത് കണ്ട് നല്ല തിക്കായിട്ടല്ലേ, നല്ല ഫൈനായിട്ട് അരച്ച് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 3 പേർക്കല്ല 4 പേർക്ക് കുടിക്കാനുള്ള ബദാമുണ്ട്. കാരണം ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് വീണ്ടും നമുക്കിനി ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്കല്ലേ 4 പേർക്ക് കുടിക്കാനുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇത്തിരിയൂടെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് റെഡിയാക്കി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ബദാം മിൽക്ക് കിട്ടും. നാച്ചുറലായിട്ടുള്ള ഷുഗർ ചേർത്താണ്, അല്ലാതെ നമ്മൾ പഞ്ചസാരയല്ല ഇതിൽ ചേർക്കുന്നത്. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യം കൂട്ടാൻ, അതായത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ കൂട്ടാൻ ബദാം നല്ലതാണ്. പിന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ബദാം കഴിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, ഈ ചർമ്മം നമ്മുടെ തിളങ്ങാൻ വേണ്ടി വൈറ്റമിൻ ഇ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചർമ്മാരോഗ്യത്തിന് യുവത്വം നിലനിർത്താനും ഒക്കെ ബദാം വളരെ നല്ല ഒന്നാണ്. പിന്നെ ഇത് മാത്രമല്ല, ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ പ്രോട്ടീനും നാരുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വിശപ്പ് തോന്നത്തില്ല, നമുക്ക് വയറ് നല്ല ഫില്ലായി തന്നെ ഇരിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയതുകൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലം കൂട്ടാനായിട്ട് ഇത് വളരെ നല്ല ഒന്ന് തന്നെയാണ്. ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിച്ച് ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് ഇരിക്കണം. എക്സസൈസൊക്കെ ചെയ്ത് ഒന്ന് സ്വാദിഷ്ടമായ ആകപ്പാടെ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് എക്സസൈസൊക്കെ ചെയ്ത് ദീർഘായുസ്സോടെ എല്ലാവരും ഇരിക്കണം. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അധികം സമയമൊന്നും വേണ്ട. രാവിലെയൊക്കെ സമയം കിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരേ സമയം നമുക്ക് ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻ്റ് അയക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു.